അങ്ങനെ പേരൂർക്കട 3 മണിക്കൂർ മുന്നേ തന്നെ ആവേശത്തിന്റെ പരകോടിയിലേക്ക് എത്തുകയാണ്. അലക്സ റാമു തുടരുന്നു. അലക്സ ഇനിയും കിടക്കുകയാണ്, ഇനിയും ഒരു 3 മണിക്കൂർ കിടക്കുന്നുണ്ട്. ഇപ്പോൾ തന്നെ തുടങ്ങുമ്പോൾ തന്നെ ഒരു ഫോർത്ത് ഗിയറിലാണ് പേരൂർക്കട തുടക്കം. അപ്പോൾ അങ്ങോട്ട് പോകുമ്പോഴേക്കും ഇനിയും കയറും, ഇനിയും കൊടുമ്പിരി കൊണ്ട് കയറാൻ പോവാ അലക്സ്. ആകാശത്തേക്ക് എങ്ങനെ പറന്നു പോകുന്ന നിറങ്ങൾ, ആ നിറച്ചാർത്ത് എങ്ങനെയാണെന്ന് നോക്കത്. ഏതൊക്കെ നിറങ്ങളാണ്? കാവി നിറമാണോ, പച്ച നിറമാണോ, നീല നിറമാണോ, അത് ചുവപ്പ് നിറമാണോ? അങ്ങനെ നിറങ്ങളുടെ ഒരു ഉത്സവ മേളമാണ് പേരൂർക്കടയിൽ. ഇത് തിരഞ്ഞെടുപ്പിന്റെ കലാശക്കൊട്ട് എന്നുള്ളതിനപ്പുറം നേരത്തെ ഹാഷ്മി സൂചിപ്പിച്ചതുള്ള ഒരു പൂരം, ഒരു ചെറുപൂരം നോക്കൂ. അത് NDAക്ക് വേണ്ടി കുട്ടികളുടെ ഡാൻസ് നോക്കൂ, നൃത്തം നോക്കൂ. മനോഹരമായ ഭയങ്കര ബാസോട് കൂടിയുള്ള പാട്ടൊക്കെ ഇട്ട് അങ്ങനെ ഡാൻസ് കളിച്ച് തകർക്കുകയാണ് ഹാഷ്മി. അതായത് പേരൂർക്കടയുടെ കൊട്ടിക്കലാശത്തിന്റെ ഭംഗി അതാണ്. അതായത് ഒരു ഭാഗത്ത് നൃത്തം ഉണ്ടാകും, ഒരു ഭാഗത്ത് സിനിമാറ്റിക് ഡാൻസ് ഉണ്ടാകും, ഒരു ഭാഗത്ത് നമ്മുടെ സാംസ്കാരിക അടയാളങ്ങൾ ഉണ്ടാകും, ഒരു ഭാഗത്ത് ദിടംപേറ്റി നിൽക്കുന്ന കൊമ്പനാന ഉണ്ടാകും, ഒരു ഭാഗത്ത് ഇങ്ങനെ സ്ഥാനാർത്ഥികൾ കയറി ആകാശത്തിലേക്ക് അവരെ കൊണ്ടുപോകാനുള്ള ഇക്രൈനുകളും JCBകളും ഒക്കെ ഒരുക്കിയിരിക്കും. നോക്കൂ, ശ്രീലേഖയുടെയും നരേന്ദ്രമോദിയുടെയും ഒരു വലിയ ഫ്ലെക്സ് അവരങ്ങനെ ക്രെയിനിലേക്ക് ഇങ്ങനെ ആകാശത്തേക്ക് വലിച്ചുയർത്തി മുകളിലേക്ക് നിർത്തിയിട്ടുണ്ട്. പക്ഷെ ഇത് എത്ര സമയം ഇങ്ങനെ മുകളിലേക്ക് നിർത്തിയിരിക്കും? ഇതിനും മുകളിലേക്ക് എത്ര ഉയർത്താനാകുമെന്നുള്ളതാണ് മറ്റുള്ള മുന്നണികൾ നോക്കുന്നത്. അവരുടെ നേതാക്കൾ, അവരുടെ അണികൾ, അവരുടെ പ്രവർത്തകർ ഇവിടെ ഒഴുകിയെത്തുന്ന ഘട്ടത്തിൽ ആവേശത്തിന്റെ പാരമ്പര്യയിൽ അവരും ഉയർത്തും. ഇതിനും മുകളിലേക്ക് എന്നുള്ളതാണ് സ്കേൻ ഹാഷ്മി. എന്താണെങ്കിലും പേരൂർക്കടയുടെ ആകാശവും പേരൂർക്കടയുടെ ഭൂമിയും വർണ്ണനിബിഡമായി മാറിയിരിക്കുന്നു. അത് എല്ലാവിധമായ ഈ കലാശപൂരത്തിന്റെയും നെറുകിലേക്ക് എത്തുന്നു എന്നുള്ളതാണ് ഇവിടെ നിന്ന് കാണാൻ കഴിയുന്നത്, ഇവിടെ നിന്ന് നമുക്ക് സംസാരിക്കാൻ കഴിയുന്നത്. അല്പസമയത്തിന് ഞാൻ നേരത്തെ സൂചിപ്പിച്ചു, നേതാക്കൾ ഇപ്പോൾ പ്രവർത്തകർക്കൊപ്പം ഈ മണ്ഡലങ്ങളുടെ വിവിധ ഭാഗങ്ങളിൽ ഈ ബൈക്ക് റാലികളും റോഡ് ഷോകളും ഒക്കെ അടക്കം പങ്കെടുക്കുകയാണ്. അവരും ഈ മണ്ഡലത്തിലുടനീളം അവരിങ്ങനെ അവരുടെ സാന്നിധ്യം അറിയിച്ച് അവരിങ്ങനെ കുതിച്ചു പായുന്ന സമയമാണ്. ആ സമയത്തിന് ശേഷം ഓരോ ഇടറോഡുകളും കയറി ആ വാഹനങ്ങൾ ഇങ്ങനെ കുതിച്ചു പാഞ്ഞ് ഈ പേരൂർക്കടയുടെ ഈ പറയുന്ന ജംഗ്ഷനിലേക്ക് അവരെത്തും. ആ സ്ഥാനാർത്ഥികൾ കൂടി എത്തിക്കഴിഞ്ഞാൽ ഇതൊന്നുമല്ല പേരൂർക്കടയുടെ ചിത്രം, പേരൂർക്കടയുടെ ആവേശം ഇതൊന്നുമല്ല. വട്ടിയൂർക്കാവിന്റെ എല്ലാ ആവേശവും ഇവിടെ ഉണ്ടാവും. വട്ടിയൂർക്കാവിന്റെ മാത്രമല്ല, 3 മുന്നണികളുടെയും, സംസ്ഥാനത്ത് മത്സരിക്കുന്ന 3 പ്രധാനപ്പെട്ട മുന്നണികളുടെയും ഈ കഴിഞ്ഞുപോയ 23 ദിവസത്തിന്റെ പ്രചാരണ ചൂടും ആ കൊട്ടിക്കലാശത്തിന്റെ ചൂടും ചൂരും അതെല്ലാം ഇവിടെ കാണാൻ പറ്റും. അതിന്റെ ഒരു ചിത്രം മാത്രമെന്നോണം പേരൂർക്കട നമുക്ക് അടയാളപ്പെടുത്താം. സംസ്ഥാനത്തിന്റെ ആകെ പൂരത്തിന്റെ ഒരു ലഘുചിത്രം എന്നോണം നമുക്കിത് എടുത്തു കാട്ടാൻ സാധിക്കും. ആ തരത്തിലാണ് ഇവിടുത്തെ ആവേശം കൊടുമ്പിരി കൊള്ളുന്നത്. മറ്റിടങ്ങളിൽ നിന്നൊക്കെ പ്രവർത്തകർ ഇവിടേക്ക് എത്തിച്ചുകൊണ്ടിരിക്കുകയാണ്. അവരവരുടെ കൈകളിൽ അവരുടെ സ്ഥാനാർത്ഥികളുടെ, അവരുടെ മുന്നണിയുടെ കൊടികൾ ഉയർത്തിപ്പിടിക്കുന്നുണ്ട്, അവരുടെ വേഷവിധാനം അണിയുന്നുണ്ട്, അവരുടെ തൊപ്പി അണിയുന്നുണ്ട്, ആ വിധത്തിൽ അവരുടെ ടീഷർട്ടുകൾ എടുത്ത് ഉയർത്തി കാണിക്കുന്നുണ്ട്. ചെങ്കൊടി പാറി പറക്കുന്നുണ്ട് ആകാശത്ത്. ചെങ്കൊടിയാണ് കഴിഞ്ഞ വർഷങ്ങളിൽ, അതായത് 2021 VK പ്രശാന്ത് ഏതാണ്ട് 23,000-23,000 വോട്ടുകളുടെ ഭൂരിപക്ഷത്തിൽ നിലനിർത്തിയതാണ് വട്ടിയൂർക്കാവ് നിയമസഭാ മണ്ഡലം. ആ നിയമസഭാ മണ്ഡലം തിരിച്ചുപിടിക്കാനാണ് വട്ടിയൂർക്കാവിനെ ഏതാണ്ട് 8 വർഷം പ്രതിനിധീകരിച്ച കോൺഗ്രസിന്റെ ഏറ്റവും കരുത്തനായ, സംസ്ഥാനത്തെ ഏറ്റവും പ്രബലനായ നേതാവ് K മുരളീധരനെ വീണ്ടും വട്ടിയൂർക്കാവിലേക്ക് കോൺഗ്രസ് ഇറക്കിയത്. വട്ടിയൂർക്കാവ് അവർക്കൊപ്പം ചേർത്ത് നിർത്താൻ തന്നെയാണ്. വട്ടിയൂർക്കാവിൽ കോൺഗ്രസിന്റെയും LDFന്റെയും സ്വപ്നങ്ങൾ, UDFന്റെയും LDFന്റെയും സ്വപ്നങ്ങൾ അസ്ഥാനത്താണ് എന്ന് പറഞ്ഞു വെക്കുകയാണ് ശ്രീലേഖ. അതായത് NDA BJP സ്ഥാനാർത്ഥി. കാരണം ഈ കഴിഞ്ഞ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ BJP കിട്ടിയ വോട്ട് ഷെയർ ആണ് അവരുടെ ശക്തി. ഈ കഴിഞ്ഞ പാർലമെന്റ് തെരഞ്ഞെടുപ്പിൽ BJPക്ക് മുൻതൂക്കം, ലീഡ് നൽകിയ മണ്ഡലങ്ങളിൽ ഒന്ന് വട്ടിയൂർക്കാവാണ്. തദ്ദേശ തെരഞ്ഞെടുപ്പിൽ ഈ നഗരസഭയിലെ 25ഓളം വാർഡുകൾ ഉൾപ്പെടുന്നതാണ്. വട്ടിയൂർക്കാവ് മണ്ഡലത്തിലെ 25 നഗരസഭയിലെ 25 വാർഡുകൾ ഉൾപ്പെടുന്നതാണ് ഈ വട്ടിയൂർക്കാവ് മണ്ഡലം. ആ 25 വാർഡുകളിൽ ഭൂരിഭാഗവും BJPയുടെ കയ്യിലാണെന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. 11-12 വാർഡുകൾ BJPയുടെ കയ്യിൽ, 10 വാർഡുകൾ UDF തിരിച്ചുപിടിച്ചു. UDFന്റെ കയ്യിൽ LDFന്റെ വിവരങ്ങൾ നൽകിക്കൊണ്ടിരിക്കുന്ന പ്രിയപ്പെട്ട പ്രേക്ഷകരെ, തിരുവനന്തപുരത്തെ പേരൂർക്കട എന്നുള്ള ദൃശ്യവിന്യാസമാണ് പ്രിയപ്പെട്ട പ്രേക്ഷകർ കാണുന്നത്. ഏറ്റവും വലിയ തെരഞ്ഞെടുപ്പ് ഉത്സവത്തിന്റെ വാശിയേറിയ പോരാട്ടം, അതിന് ഒടുവിൽ ഇത് കൊട്ടിക്കലാശം പേരൂർക്കടയിൽ പുരോഗമിക്കുന്നു. കേരളത്തിന്റെ വിവിധ മണ്ഡലങ്ങളിൽ കൊട്ടിക്കലാശമുള്ള ഒരുക്കങ്ങൾ തയ്യാറായി വരികയാണ്. നമ്മുടെ 24 ആർമിയും കളത്തിലുണ്ട്. പ്രിയപ്പെട്ട പ്രേക്ഷകർ, നമ്മുടെ വാർത്താവതാരകരും കളത്തിലുണ്ട്. അപ്പോൾ ഏറ്റവും അതിന്റെ എല്ലാ ദൃശ്യവിന്യാസവും, അതിന്റെ എല്ലാ വിസ്മയത്തോടൊപ്പം അതിന്റെ ചൂടും
ആവേശവും നഷ്ടപ്പെട്ടു പോകാത്ത പ്രേക്ഷകരെ എത്തിക്കാൻ എല്ലാവിധമായ സന്നാഹങ്ങളും എല്ലാ തെരഞ്ഞെടുപ്പ് കാലത്തും ചെയ്യുന്നത് പോലെ 24 ചെയ്തിട്ടുണ്ട്. 24-നൊപ്പം തുടരുക. ഇത് നമുക്കൊരു ജൈത്രയാത്രയാണ്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.